നമസ്കാരം. പുണർദ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2024 ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കാനൊക്കെ സാധിക്കുമെങ്കിൽ പോലും പലപ്പോഴും അഹോരാത്രം പ്രവർത്തനം വേണ്ടിവരും. വ്യാപാര വിപണന വിതരണ മേഖലയിൽ അനുവർത്തിക്കുന്ന പലർക്കും 2022 നേട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 2023 ഒരു പരിധിവരെ അതിൽ നിന്നും സാമ്പത്തികമായുള്ള നേട്ടമുണ്ടാവുകയും ഇതിൻ്റെ വെളിച്ചത്തിൽ പ്രസ്ഥാനത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വിപുലീകരണം അവലംബിക്കുവാനും കൂടുതൽ ഉത്സാഹികളായ ഉദ്യോഗസ്ഥരെ നിയമിച്ചുകൊണ്ട് വിപുലമാക്കുവാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ 2024 മെയ് മാസം മുതൽ ഒരു വർഷത്തേക്ക് ഈ കാര്യങ്ങളിലെല്ലാം തന്നെ വളരെ ശ്രദ്ധ വേണം, സൂക്ഷ്മത വേണം. വിറ്റുവരവുള്ള വിഭാഗങ്ങൾ മാത്രം നിലനിർത്തേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അതായത് വളരെ സൂക്ഷ്മതയോടുകൂടിയതായിട്ടുള്ള വിശകലനം ചെയ്യുവാനും വിലയിരുത്തുവാനും തയ്യാറായാൽ മാത്രമേ നിലനിർത്തിക്കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കേണ്ടതുമാണ്. വ്യാവസായികമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നിലവിലുള്ള പ്രസ്ഥാനത്തിൽ നിന്നും മാറി മറ്റൊരു വ്യവസായ സ്ഥാപനത്തിലേക്ക്, വളരെ ബൃഹത്തായിട്ടുള്ള വ്യവസായ സ്ഥാപനത്തിലേക്ക് ഉദ്യോഗമാറ്റം ഉണ്ടാകുവാൻ ഇടയുണ്ട്. നിലവിലുള്ള ജോലിയിൽ ഇനി മുതൽ സ്ഥാനക്കയറ്റമോ സാധ്യതകളോ ഉയർച്ചകളോ വളരെ കുറവുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടും ഒരു പക്ഷേ 3-4 വർഷത്തിൻ്റെ ഉള്ളിൽ ഈ ജോലി തീർത്തും ഉണ്ടാവാതിരിക്കാൻ സാധ്യത പോലും ഉള്ളതിനാൽ ഒരു 2 വർഷത്തെ പാഠ്യപദ്ധതിക്ക് ചേരുവാൻ അവസരം വന്നു ചേരും. നിലവിലുള്ള ജോലിയിൽ നിലനിന്നുകൊണ്ട് തന്നെ സായാഹ്നവേളകളിലും ഞായറാഴ്ചകളിലുമുള്ള ഒരു പാഠ്യപദ്ധതിക്ക് ചേരുവാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. ആത്മാർത്ഥ സുഹൃത്തിൻ്റെ നിർദ്ദേശപ്രകാരം വികസിത രാഷ്ട്രത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ഉത്സാഹത്തോടുകൂടി ഒരു നല്ലൊരു തസ്തികയോടുകൂടി ജോലി കിട്ടുവാനിടയുള്ളത് കൊണ്ട് അർദ്ധമനസ്സോടുകൂടിയാണ്. മാതാപിതാക്കളെ വിട്ടുപിരിയുക എന്നത് വളരെ സ്വല്പം മനസ്സിന് വിഷമം ഉണ്ടാക്കുന്നതാണെങ്കിൽ പോലും വർഷങ്ങൾക്ക് ശേഷം മാതാപിതാക്കളെ അവിടെ ഒരുമിച്ച് താമസിപ്പിക്കാം എന്ന സങ്കല്പത്തോടു കൂടി തന്നെ ഈ ജോലിയിൽ പ്രവേശിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിനാൽ ചിലതൊക്കെ വിട്ടുപോകുവാനിടയുള്ളത് കൊണ്ട് എല്ലാം എഴുതി വെച്ചും സമയബന്ധിതമായിട്ടും ചെയ്തു തീർക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം നഷ്ടകഷ്ടങ്ങൾ സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. വികസിത രാഷ്ട്രത്തിലേക്ക് ഉപരിപഠനത്തിന് ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രാരംഭത്തിൽ നിരസിക്കപ്പെടുവാനിടയോടെ വരുമെങ്കിൽ പോലും രണ്ടാമത് അപേക്ഷകൾ നൽകുന്നതിൽ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനും പ്രവേശനം ലഭിക്കുവാനും സാധ്യതയുണ്ട്. വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള കർമ്മപഥങ്ങളായതുകൊണ്ട് എല്ലാം വിശകലനം ചെയ്തുകൊണ്ട് മാത്രമേ ഏറ്റെടുക്കാവൂ. എല്ലാം ഏറ്റെടുത്താൽ എല്ലാം പൂർത്തീകരിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും എന്നുകൂടി മനസ്സിലാക്കേണ്ടതുമാണ്. സാമ്പത്തികമായിട്ടുള്ള മേഖലയിൽ ഈ ഒരു വർഷം വളരെയധികം നിയന്ത്രണം, ശ്രദ്ധ, സൂക്ഷ്മത, നിരീക്ഷണം എന്നിവ വേണ്ടതാണ്. ഇതിൻ്റെ വെളിച്ചത്തിൽ ചില ആർഭാടങ്ങളെല്ലാം ഒഴിവാക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട യാത്രകളും ധാരാളം വേണ്ടിവരും. പലപ്പോഴും ദേഹപരമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾ വർദ്ധിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ വിദഗ്ധമായുള്ള പരിശോധനയും ചികിത്സയും വേണ്ടി വരുവാനും സാധ്യതയുണ്ട്. ജീവിത നിലവാരം കഴിഞ്ഞ 1.5 വർഷമായിട്ട് വർദ്ധിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ കഴിഞ്ഞ വർഷം തന്നെ തുടങ്ങി വെച്ചതായുള്ള ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ മെയ് മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ പൂർത്തീകരിച്ച് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ സാധ്യത കാണുന്നതുമുണ്ട്. ഡിസംബർ മാസത്തിലോ കഴിഞ്ഞ ഓണക്കാലത്തിനോട് ബന്ധപ്പെട്ടോ അവധി ലഭിക്കാത്ത പലർക്കും വികസിത രാഷ്ട്രത്തിൽ ജോലി ചെയ്യുന്നവർക്കായിരിക്കാം അവധി ലഭിക്കുവാനും ഈ ഒരു വർഷത്തിൽ 2 പ്രാവശ്യം ജന്മനാട്ടിൽ വന്നു പോകുവാനും സാധ്യതയുണ്ട്. എന്ന് മാത്രമല്ല, ഓണക്കാലത്തിനോടനുബന്ധമായിട്ട് വരുമ്പോൾ മംഗളകർമ്മങ്ങളിലും വരുന്ന സൽക്കാരങ്ങളിലും പങ്കെടുക്കുവാനും പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾക്കും അവസരങ്ങൾ വന്നു ചേരും. തീർത്തും അവിചാരിതമായിട്ട് തന്നെ നേതൃത്വ സ്ഥാനം വഹിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്.
കല, സാഹിത്യം, കായികം, സംഗീതം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പരിശീലനത്തിന് തുടക്കം കുറിക്കുവാനും പ്രാവർത്തികമാക്കുവാനും ധാരാളം അവസരങ്ങൾ വന്നു ചേരുവാനും സാധ്യതയുണ്ട്. ഏതൊരു സാഹചര്യങ്ങളെയും ആത്മവിശ്വാസത്തോടുകൂടി അനുവർത്തിക്കുന്നത് വഴി എല്ലാ മാർഗതടസ്സങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കും. വസ്തുനിഷ്ഠമായി പഠിച്ചു ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയതായിട്ടുള്ള പ്രവർത്തനങ്ങൾ വിജയപഥത്തിലെത്തിക്കാൻ സാധിക്കും. ആധ്യാത്മിക ആത്മീയ ചിന്തകളും പ്രഭാഷണങ്ങളും മനസ്സിൻ്റെ ധ്രുവീകരണത്തിനും അതുപോലെ തന്നെ വേണ്ടപ്പെട്ട കാര്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അല്ലാത്ത കാര്യങ്ങളിൽ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സാഹചര്യങ്ങളെ കൊണ്ട് ശുഭാപ്തി വിശ്വാസത്തോടുകൂടി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനും അവലംബിക്കുവാനും സാധ്യതയുണ്ട്. ജീവിത പങ്കാളിക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയതായിട്ടുള്ള ഒരു ഉദ്യോഗം ലഭിക്കും. സ്വപ്നത്തിൽ കാണുവാനിടയായ പല കാര്യങ്ങളും അനുവർത്തിക്കുവാനോ അല്ലെങ്കിൽ സാക്ഷാത്കരിക്കുവാനോ സാധ്യത കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിൽ പ്രവേശനം ലഭിക്കാത്തതിൻ്റെ വെളിച്ചത്തിൽ തൊഴിലധിഷ്ഠിതമായുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാനുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. പലപ്പോഴും സമചിത്തതയോടുകൂടിയതായുള്ള സമീപനം ഭാവിയിലേക്ക് ഗുണകരമാകും വിധത്തിലുള്ള പദ്ധതികൾക്ക് രൂപകൽപ്പന ചെയ്യുവാനും അവലംബിക്കുവാനും സാധ്യതയുണ്ട്. പരമപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ അർത്ഥമൂല്യങ്ങളോടുകൂടി അവലംബിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. നിലവിലുള്ള ജോലിയിൽ നിലനിന്നുകൊണ്ട് തന്നെ മറ്റ് ജോലികളൊക്കെ അപേക്ഷിക്കുന്ന പക്ഷം പഠിച്ച വിഷയത്തിനോടനുബന്ധമായതും വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത അതിനോട് ബന്ധപ്പെട്ടതായുള്ള ജോലി വന്നു ചേരുന്നത് വഴി ഏറ്റെടുക്കുവാനുള്ള സാധ്യത കാണുന്നതുമുണ്ട്. നഷ്ടസാധ്യതകളെ വിലയിരുത്തി വ്യാവസായികമായിട്ടുള്ള മേഖലയിൽ വിൽപ്പന ചെയ്യുവാൻ തീരുമാനിക്കും. കീഴ്വഴക്കം മാനിച്ച് പുതിയതായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാൻ സാധ്യത കാണുന്നു. വൈരുദ്ധ്യമായിട്ടുള്ള സമീപനം വേണ്ടപ്പെട്ടവരിൽ നിന്ന് വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും പ്രതികരിക്കാതിരിക്കുകയായിരിക്കും നന്നാവുക. സങ്കീർണമായിട്ടുള്ള ഏതൊരു വിഷയങ്ങളെയും അഭിമുഖീകരിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. ഏറ്റെടുത്ത ദൗത്യത്തിന് അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ യോഗം കാണുന്നുണ്ട്. മാതാപിതാക്കൾക്കും പൊതുവെ ഗൃഹത്തിലെ എല്ലാവർക്കും ഒരാൾക്കല്ലെങ്കിൽ മറ്റൊരാൾക്ക് പല വിധത്തിലുള്ള സ്വസ്ഥതക്കേടുകളും സമാധാനക്കേടുകളൊക്കെ വന്നു ചേരുവാനിടയുണ്ട്. ഇതിൻ്റെ വെളിച്ചത്തിൽ താമസിക്കുന്ന ഗൃഹത്തിന് ഏതെങ്കിലും വിധത്തിൽ വാസ്തുശാസ്ത്ര പിഴയുണ്ടോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് പരിവർത്തനത്തിന് തയ്യാറാകുവാൻ സാധ്യതയുണ്ട്. ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തുന്നവർ പരമാവധി മെയ് മാസത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കുകയായിരിക്കും നന്നാവുക. അതുപോലെ തന്നെ നിലവിലുള്ള പാഠ്യപദ്ധതിയോട് ബന്ധപ്പെട്ട് പാഠ്യപദ്ധതി സമർപ്പിക്കുന്നതും മെയ് മാസത്തിൻ്റെ ഉള്ളിൽ ഏതു പ്രകാരത്തിലും നന്നായിരിക്കുവാൻ ഇടയുണ്ട്. പൊതുവെ മെയ് മാസം മുതൽ ഒരു വർഷത്തേക്ക് എല്ലാ കാര്യങ്ങൾക്കും കൂടുതൽ പ്രയത്നം വേണ്ടിവരും. നിസ്സാരം എന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങളോ എല്ലാ കാര്യങ്ങൾക്കും ഇരട്ടി ചെലവ് അനുഭവപ്പെടുവാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട്. പലപ്പോഴും സ്വന്തം കാര്യങ്ങൾ ഉപേക്ഷിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പ്രയത്നിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്ന് ചേരുവാൻ ഇടയുണ്ട്. കാർഷികമായിട്ടുള്ള മേഖലകളിൽ സുഹൃത്തുക്കൾ നടത്തി വരുന്ന പ്രസ്ഥാനത്തിൽ പങ്കുചേരുവാനും സ്വല്പം പണച്ചെലവ് ഉണ്ടാകുമെങ്കിൽ പോലും ആധുനിക കൃഷി രീതികൾ അവലംബിച്ചുകൊണ്ട് ഇങ്ങനൊരു പങ്കുചേരുന്നത് സ്വസ്ഥതയ്ക്കും സമാധാനത്തിനും അതിലുപരി നല്ല ഭക്ഷണം സ്വീകരിക്കാം എന്ന ചിന്തയോടുകൂടി ഇതിനു വേണ്ടി പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരുവാനും യോഗം കാണുന്നതുമുണ്ട്. വാടകയ്ക്കെടുത്ത ഗൃഹത്തിൽ ചില അറ്റകുറ്റപ്പണികൾ സ്വന്തം പണം കയ്യിൽ നിന്ന് എടുത്ത് ചെയ്യുവാനും അത് തിരികെ കിട്ടുന്നത് വഴി വളരെ ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരുവാനും സാധ്യതയുണ്ട്. ബഹുമുഖ പ്രതിഭകളെ പരിചയപ്പെടുന്നത് വഴി പുതിയതായിട്ടുള്ള പല വിധത്തിലുള്ള ആശയങ്ങൾ വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും
അതിൽ പ്രാവർത്തികമായിട്ടുള്ളൊരു രീതിയിൽ ചിന്തിച്ചാൽ മാത്രമേ അത് അനുകൂലമായി തീരുകയുള്ളൂ. അല്ലാത്ത പക്ഷം പല കാര്യങ്ങൾക്കും ചിന്തിച്ചു പ്രവർത്തിക്കാതെ അതായത് പ്രലോഭനങ്ങൾ പലതും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും കാര്യകാരണം സഹിതം മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ പ്രയത്നിക്കാവൂ, പ്രവർത്തിക്കാവൂ. അല്ലാത്ത പക്ഷം അബദ്ധങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. എന്തായാലും പ്രവൃത്തി പരിചയമുള്ളവരും അനുഭവജ്ഞാനമുള്ളവരും കർമ്മമണ്ഡലങ്ങളിൽ ധാരാളം വ്യാപൃതരായവരുമായിട്ടുള്ളവർ അനുവർത്തിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ അനുവർത്തിക്കുന്നത് ഏതു പ്രകാരത്തിൽ നന്നായിരിക്കും. എന്നാൽ ഈ ഒരു വർഷം എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധ വേണം, സൂക്ഷ്മത വേണം. വാഹന ഉപയോഗത്തിലും പണം കൈകാര്യം ചെയ്യുന്ന വിഷയത്തിലും നിയന്ത്രണത്തോടുകൂടിയതായുള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം, ഈശ്വര പ്രാർത്ഥനകളോടുകൂടിയതായുള്ള സമീപനത്താൽ 2024 എല്ലാ കാര്യങ്ങളും വേണ്ട വിധത്തിൽ വേണ്ട പോലെ നടക്കും. പക്ഷെ കാലതാമസം ഉണ്ടാവും എന്ന് മനസ്സിലാക്കേണ്ടതുമാണ്. പുണർതം നക്ഷത്രക്കാരുടെ ഈ 2024 ആണ്ടിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങളാണിത്. നമസ്കാരം.